ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി പഫ്സ് തയ്യാറാക്കിയാലോ, അത് ബ്രെഡ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ബ്രെഡ് വെച്ചിട്ടുള്ള പഫ്സ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുവാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാവുന്ന ഡ്രൈ ആവാൻ വേണ്ടിയാണ്. അതിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മാക്സിമം ഓയിൽ കുറച്ച് ഇതിനെടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ബ്രെഡിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഈ എണ്ണയുടെ ഇത് കാരണം ബ്രെഡ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് ഞാൻ നീളത്തിന് അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള നമ്മൾ മുട്ട റോസ്റ്റിനൊക്കെ കറി വയ്ക്കില്ലേ, അതുപോലെ അത്രയും അങ്ങനെ വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. നമുക്കിതിലേക്കൊരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ഇത് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ ഇത് ഇളക്കിയെടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം വേഗം. അപ്പോൾ സവോള ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മസാലകളൊക്കെ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ പഫ്സിന് അങ്ങനെ ഒത്തിരി എരിവൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതേ ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നമുക്ക് നല്ലോണം ഇത് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ നമുക്കിത് ഇളക്കിയെടുക്കാം കേട്ടോ. ഇത്രയും തന്നെ ഇതിൻ്റെ കൂട്ടിൻ്റെ ആവശ്യമുള്ളൂ. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം അങ്ങനെയൊന്നും വേണ്ട. പിന്നെ പഫ്സിൻ്റെ ഉള്ള ഗ്രേവിക്ക് ഒത്തിരി എരിവുണ്ടാവാതിരിക്കണല്ലേ നല്ലത്. അങ്ങനെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത്ര എരിവൊന്നും ഉണ്ടാവാറില്ലല്ലോ. അപ്പം ഇത് ഇത്രയും തന്നെ മതിയായിട്ടുണ്ട്. ഇത് പാകത്തിന് റെഡിയായി. നമുക്കിത് വാങ്ങിയെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കടയിൽ നിന്ന് കിട്ടിയത് ഇത്തിരി ഹാർഡായിട്ടുള്ള ബ്രെഡാണ്. തീരെ കടയിൽ ഇരുന്നിട്ട് ഇത്തിരി ഹാർഡായതാണ്. അപ്പോൾ നമുക്കിതൊന്ന് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് ആവി കയറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതേ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ബ്രെഡ് വീതം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കട്ടിക്ക് മുകളിലോട്ട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി ആവി കയറിയിട്ടേ നമുക്ക് എടുക്കാൻ പറ്റാത്ത പരുവത്തിൽ വരും. അപ്പോൾ 2 എണ്ണം വീതം ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ. വലിയ താമസമൊന്നുമില്ല. നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചേക്കുമല്ലോ ഓൾറെഡി. അപ്പോൾ ഇപ്പോൾ തന്നെ റെഡി ആയി കിട്ടും. ഒരു 2 മിനിറ്റ്, 2 മിനിറ്റ് ഒന്നും വേണ്ട, 1 മിനിറ്റ് മതി. 1 മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡി ആയി കിട്ടും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. 2 എണ്ണം നല്ല ഇതായിട്ട് റെഡിയായി ഇരിപ്പുണ്ട് അവിടെ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് പരത്തി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട്. ആ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ ആ ബ്രെഡ് വെച്ചിട്ട് വേറൊരു പ്ലാസ്റ്റിക് കവർ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത്. അതല്ലെങ്കിൽ ബ്രെഡ് ഇങ്ങനെ ഹോള് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ബ്രെഡിലുള്ള ഹോളും കൂടെ അടഞ്ഞങ്ങ് പൊക്കോളും. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ആ ഹോൾസിൽ കൂടെ എണ്ണ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ ഞാൻ ഇങ്ങനെ നമുക്ക് മാക്സിമം പരത്താട്ടോ. മാക്സിമം നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കണം. ഇത്രയും കൂടെ കട്ടി കുറയാനുണ്ട് ആ സൈഡ്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് കട്ടി കുറയ്ക്കാൻ പരത്തുവാണ്. എല്ലാം നിങ്ങൾ ഇതുപോലെ പരത്തിയെടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ അങ്ങോട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ആ ഹോൾസൊക്കെ അങ്ങോട്ട് അടഞ്ഞും പൊക്കോളും. ഞാൻ 5 എണ്ണം നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല കട്ടി കുറച്ച് തന്നെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി സമയം വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. വേഗം തന്നെ അതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഫില്ലിങ്സിനായിട്ട് ഞാൻ ഒരു മുട്ട പുഴുങ്ങിയെടുത്ത് ഇങ്ങനെ 8 എണ്ണമായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഒരു മുട്ട മതി കേട്ടോ. 8 എണ്ണമായിട്ട് കീറി വെച്ചിട്ടുണ്ട്. 8 മുട്ടയുടെ ആവശ്യം നമുക്കില്ല, 5 എണ്ണം മതി. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ആ മസാലക്കൂട്ട് അതിൻ്റെ നടുക്ക് മാത്രം ഇച്ചിരി വെച്ച് കൊടുക്കാം. നടുക്ക് മാത്രം വെച്ച് കൊടുത്തിട്ട് ഒരു മുട്ടയുടെ പീസ് അതിനകത്ത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് ചെറുതായതിൻ്റെ പേരിലാട്ടെ ഈ മുട്ടേനെ 8 ആയിട്ട് മിറ്റ് കീറിയേക്കണേ. അല്ലെങ്കിൽ പകുതി വെച്ചെടുത്താൽ മതി. ചില കടകളിലൊക്കെ വലിയ ബ്രെഡ് കിട്ടാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മൈദാമാവ് ഞാൻ ഇത്തിരി കലക്കിയോടെ വെച്ചേക്കണതാണ്. അത് നമുക്ക് ആ 4 സൈഡിലും ഒന്ന് പശ പോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മൈദാമാവ് എടുത്ത് എന്തിൻ്റെ പേരിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഒട്ടിപ്പിടിക്കുന്നത് മൈദാമാവാണ്. ഞാൻ കടലമാവ് വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കിയായിരുന്നു. അപ്പം ടേസ്റ്റ് വേറെയാണ്, ടേസ്റ്റ് ഇതിൻ്റെ മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ മൈദാമാവ് തന്നെ എടുത്തു. നമുക്കിതിൻ്റെ 4 സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. 4 സൈഡ് ഒട്ടിക്കുമ്പോൾ ആദ്യം
രണ്ട് വശങ്ങൾ തമ്മിലിങ്ങനെ നല്ല പ്രസ് ചെയ്ത് ഒട്ടിക്കണം. നല്ലതുപോലെ അങ്ങോട്ട് മുറുക്കെ പ്രസ് ചെയ്ത് ഒട്ടിക്കണം, വിട്ട് വരാത്ത രീതിയിൽ. എന്നിട്ട് പിന്നെ ആ സൈഡ് നമുക്ക് അതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. നടുവശം നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ കൂടെ പൊരിക്കുമ്പോൾ എണ്ണ കയറാൻ ചാൻസ് ഉണ്ട്. ഇനി ആ നടുക്ക് ഇത്തിരി ഹോളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇത്തിരി മൈദാമാവ് വെച്ച് അങ്ങോട്ട് ഒന്നും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ മൈദാമാവ് ഒത്തിരി അങ്ങോട്ട് തേച്ച് കൊടുക്കണ്ട കേട്ടോ, എന്ന് വെച്ചാൽ പൊരിച്ചെടുക്കുമ്പം വൈറ്റ് കളറിലിരിക്കും. നമുക്ക് ആ ബ്രൗൺ കളറായിട്ടിരിക്കുമ്പോൾ അത് ഭംഗിയുള്ളൂ. ഇങ്ങനെ നല്ലവണ്ണം അമർത്തി എടുക്കാം. ഇങ്ങനെ ഈ ഉണ്ടാക്കിയേക്കണ പോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ആ 5 അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒട്ടിയെടുക്കും. പിന്നെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഒട്ടിക്കണത് അപ്പം തന്നെ എണ്ണയിലേക്കിട്ട് എടുക്കുക കേട്ടോ ഇച്ചിരിയുടെ നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിട്ട് പോകാതിരുന്നോളും. അപ്പോൾ നമുക്കൊരു പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് ഒത്തിരി ചൂട് വേണ്ട കേട്ടോ, എന്നാൽ തീരെ ചൂട് ഉണ്ടാവാതെ ഇരിക്കരുത്. ചെറു ചൂട് അതിനകത്തിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ. അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് മറിച്ചിടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിവശം നല്ലോണം ഇതായിട്ടുണ്ട്. നമുക്കത് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ എപ്പോഴും ആ മുകൾ വശം ഒരു ഉണങ്ങി ഇതായതിന് ശേഷം മാത്രമായിട്ട് മറിച്ചിടാമുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ആ ഒട്ടിച്ച് വെച്ചേക്കണതിൻ്റെ ആ ഇത് ബീഡിങ് കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇതേ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. കണ്ടോ, നല്ല ക്രിസ്പായിട്ടുള്ള പഫ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ളതെല്ലാം അതുപോലെ പൊരിച്ചെടുക്കാം. രണ്ടാമത്തെയും കൂടെ ഞാൻ അതുപോലെ ഇട്ട് പൊരിച്ചെടുക്കുവാണ്. അപ്പോൾ നമുക്ക് ആ ബീഡിങ്ങിൽ കൂടെയൊക്കെ നമുക്ക് ആ ഓയിലൊന്ന് കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം വേഗം സൈഡൊക്കെ ഉണങ്ങി കിട്ടും. അപ്പോൾ പിന്നെ മറിച്ചിടുമ്പം ഇങ്ങനെ ഒട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ നമുക്ക് അതുപോലെ എല്ലാം പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. 5 പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. നല്ലോണം ക്രിസ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഈ ബ്രെഡും കൊണ്ട് ഉണ്ടാക്കിയ പഫ്സ്. അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള സാധനമാണ്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.